കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണം അന്വേഷണം CBIക്ക് വിട്ട് സംസ്ഥാന സർക്കാർ. മന്ത്രിസഭാ യോഗത്തിലാണ് ഈ തീരുമാനം എടുത്തത്. ജ്യോതിഷ് ജനാർദ്ദനൻ വിശദാംശങ്ങൾ നൽകും. ജ്യോതിഷ്, കുടുംബത്തിന്റെ ആവശ്യമായിരുന്നു ഇതൊരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം, എങ്കിൽ മാത്രമേ ഇതിന്റെ യഥാർത്ഥ വസ്തുത പുറത്തേക്ക് വരൂ എന്നുള്ളത്. ഒടുവിൽ സംസ്ഥാന സർക്കാർ ആ തീരുമാനം എടുത്തു, അല്ലേ? ഗൗതം, തീർച്ചയായിട്ടും കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണം ഇപ്പോൾ CBIക്ക് സംസ്ഥാന സർക്കാർ വിട്ടിരിക്കുകയാണ്. രാവിലെ ചേർന്ന ക്യാബിനറ്റ് യോഗത്തിൽ ഔട്ട് ഓഫ് അജണ്ടയായിട്ടായിരുന്നു ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. ഇപ്പോൾ കുടുംബത്തിൻ്റെ ദീർഘകാലത്തെ ആവശ്യമായിരുന്നു ഈ സംസ്ഥാന പോലീസിൻ്റെ അന്വേഷണത്തിൽ തൃപ്തികരമല്ലാത്തതുകൊണ്ട് സംസ്ഥാന സർക്കാരിനോടും അതുപോലെ തന്നെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലെല്ലാം CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പലതവണ പോയെങ്കിലും അവരുടെ ആവശ്യം അംഗീകരിച്ചില്ലായിരുന്നു. എന്നാൽ UDF സർക്കാർ വന്നപ്പോൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഈ ആവശ്യം ഉന്നയിക്കുകയും ഉടൻ തന്നെ തീരുമാനമെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം തന്നെ തീരുമാനമായിരുന്നെങ്കിലും ഇന്നാണ് ക്യാബിനറ്റ് കൂടി ഒരു ഉത്തരവിട്ടിരിക്കുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഇതിൻ്റെ ഉത്തരവ് പുറത്തിറങ്ങുമെന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. നമുക്കറിയാം, കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണത്തിന് കാരണക്കാരിയായത് അന്നത്തെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള PP ദിവ്യയാണ്. CPMൻ്റെ നേതാവായിരുന്നു. ആ PP ദിവ്യ അപ്രതീക്ഷിതമായിട്ട് നവീൻ ബാബുവിൻ്റെ യാത്രയയപ്പ് യോഗത്തിലെത്തുകയും നവീൻ ബാബുവിനെ പരിഹസിക്കുന്ന ഒരു സമീപനം എത്തുകയും കുത്തുവാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിനെ തുടർന്നാണ് നവീൻ ബാബുവിനെ നയിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തിയായിരുന്നു ഈ PP ദിവ്യക്കെതിരെ കേസെടുത്തിരുന്നത്. എന്നാൽ അന്വേഷണം കൃത്യമായ രീതിയിൽ നടന്നിരുന്നില്ല. കാരണം CPM ഇടതുപക്ഷം ഭരിച്ചിരുന്നതുകൊണ്ട് തന്നെ ഈ അന്വേഷണം കൃത്യമായ രീതിയിൽ നടന്നില്ല. മാത്രമല്ല, കൃത്യമായ തെളിവുകൾ ശേഖരിക്കുകയോ ചെയ്തിട്ടില്ല. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് അന്വേഷണം കൃത്യമായിട്ടല്ല പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കേന്ദ്ര ഏജൻസി കേസ് അന്വേഷിക്കണമെന്ന് നവീൻ ബാബുവിൻ്റെ ഭാര്യ ആയിട്ടുള്ള മഞ്ജുഷ തന്നെ രംഗത്തെത്തിയിരുന്നു. അതിൻ്റെ കൂടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ സർക്കാർ ഈ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. മാത്രമല്ല, നവീൻ ബാബുവിൻ്റെ മകൾക്ക് ആശ്രിത നിയമനത്തിനും ഉത്തരവായിട്ടുണ്ട്. കാരണം നവീൻ ബാബുവിൻ്റെ മകൾക്ക് അതായത് തന്നെയാണ് ഇപ്പോൾ ആശ്രിത നിയമനത്തിന് തീരുമാനമായിരിക്കുന്നത്. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കേസ് കേന്ദ്ര ഏജൻസിയായിട്ടുള്ള CBIക്ക് കൈമാറിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ജ്യോതിഷാണ് വിശദാംശങ്ങൾ നൽകിയത്.